എടാ നിന്റെ പേര് പറയുന്നത് പറഞ്ഞത് നീ അതിൽ വന്നുള്ള പറഞ്ഞേക്കണത്. നിനക്ക് അനസിനെ അറിയാൻ പാടില്ല. നീ 3 മാസമായിട്ട് അറിയുന്നുള്ളൂ. അറിയാന്നല്ല, നീ അനസിക്കാന്ന് വിളിച്ചിട്ട് അനസ് നമ്മളെയൊക്കെ ചതിച്ചു പോയതിന്റെ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയത്. പക്ഷെ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ എടാ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് നീ അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കെന്നെ ചിരി തന്നെ. കാര്യം പൊള്ളാച്ചിയിൽ വെച്ചിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം, അനസ് പറഞ്ഞിട്ട് നീ എന്നെ ഒരു വർക്ക് ഏൽപ്പിക്കണം. എന്നിട്ട് പോലും അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പയ്യന്റെ അതിന്റെ വോയിസ് ഇട്ട് തന്നോ? ആ പയ്യന്റെ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ വോയിസ് വേണോ? അത് എനിക്ക് വോയിസ് ചെയ്യാൻ എനിക്ക് ഇട്ടുതരാം. അല്ല ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാനതൊന്നും പറയാനാ. നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലാവണ്ട. അല്ല അതില് നീ ഞാൻ ഇനി ഒന്നിനുമില്ല. കാര്യം എന്ന് വെച്ചാൽ നീ അത് പറഞ്ഞ കാര്യങ്ങളെ അനസിന കേസുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ശരി തന്നെ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, അനത്തിന് കേസുള്ള കാര്യങ്ങളോ അതൊന്നും ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എടാ നിന്റെ ജോലി ചെയ്യണം, നീ ചെയ്യുന്നതിന് എനിക്ക് സന്തോഷം. നിന്റെ ജോലി ചെയ്യുന്നതിന് സന്തോഷിക്കും. അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എടാ നീ അതെ അതെ അത് ഒരു കോശം നമ്മുടെ കാശൊക്കെ അടുത്ത് തന്നതേ. അതാണ് പ്രശ്നം. നമ്മളെ പഠിച്ചുകൊണ്ടുപോയ കാശാണ് അവൻ തന്നത്. അല്ല നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല. നീ എന്റെ പൈസ വാങ്ങിച്ചിട്ടില്ല. നീ പിന്നെ അനസ് പെരുമാനെ അറിയൂല. ഞാൻ പറഞ്ഞ പൊള്ളാച്ചിലുള്ള സമയത്താണ് അനസ് പെരുമാനും നീ ഞാനായിട്ട് സംസാരിക്കുന്നതും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നാട്ടുകാരൻ ഇതിൽ എനിക്ക് അനസ് പെരുമാറും അറിയാം. പിന്നെ കൊട്ടേഷൻ പരിപാടികൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുള്ള കാര്യം നീ അനസിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കണത്. അല്ല അപ്പൊ ഓക്കെ അല്ലാണ്ട് നീ സംസാരിച്ചോ, പ്രശ്നമില്ല. എന്നെ ഒഴിവാക്ക്. ഞാൻ പറഞ്ഞത് നീ എന്നെ ഒഴിവാക്കി തരാനാ പറഞ്ഞത്. നീ എന്റെ പേര് പോയിട്ട് വലിച്ചയക്കല്ലേ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, ഞാൻ അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. ഞാൻ വേണ്ടി നിന്റെ എവിടെ വന്നു വേണേ നേരിട്ട് കണ്ടത് നിന്റെ അടുത്ത് എവിടെ ഏത് പള്ളിയോ സത്യമാണ്. ഞാൻ അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. ഞാൻ അനസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. ഞാൻ എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇപ്പൊ നിനക്ക് ആദ്യത്തെ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് നീ ആ രീതിയിൽ പറഞ്ഞേക്കണേ. അല്ലാണ്ട് നീ അങ്ങനെ പറയൂല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗ്യാസേ. അനസിന് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 8-9 വർഷമായി. അവൻ എന്തൊക്കെ പറയും എന്തൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. നീ വേറെ ഒന്നല്ല, ഞാൻ കമ്പനി ആയിട്ട് പറയണേ. നീ ആ ഇന്റർവ്യൂല് പറയല്ലേ എന്ന് വെച്ചാൽ എയർപോർട്ടിൽ വന്നപ്പോഴാണ് അനസിനെ കാണുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ അനസിനെ കാണുന്നത് എനിക്ക് ചിരി വന്നു. കാര്യം എന്ന് വെച്ചാൽ അനസിന്റെ ഒപ്പം ഞാൻ നിന്റെ ഇപ്പോഴും പറയുന്നു, ഞാൻ അനസിനെ കാണുന്ന ആഫ്റ്റർ ലോങ് ടൈം എയർപോർട്ടിൽ വന്നാണ് കാണുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല എന്ന്. അനസിന്റെ ഗുണ്ടാ ഇതിനെ പറ്റി നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാ അന്ന് മറ്റേ പൊള്ളാച്ചിയിൽ വെച്ച് അനസിന് വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത്? അനസിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത്? ഞാനിത് ആരുടെ പറയാനിരിക്കാനല്ല. നീ അത് ഇത് പറഞ്ഞാറ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എടാ എനിക്ക് നിന്നെ അറിയാം, അനസിനെ അറിയാം. എനിക്ക് നിന്നെ പിടിച്ചതിന്റെ കാര്യം നീ അനസായിട്ട് എന്താണ് ബന്ധമെന്നും ഗുണ്ടായ സംഘം അനസ് ഗുണ്ട എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ പിന്നെ അങ്ങനെയല്ല പറയാൻ പറ്റും. എനിക്ക് ഗുണ്ട പിന്നെ ഞാൻ അറിഞ്ഞിട്ട് അയാളുടെ കൂടെ പോയതല്ല നാട്ടുകാർ മൊത്തം മനസ്സിലായി. എടാ അറിയാം. എടാ ഷിയാസ, എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യമില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നോട് ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എടാ നോക്കണം. നമ്മൾ നോക്കുമ്പോ എന്താ നോക്കണത്? അവിടെ ചെന്ന് ഞങ്ങളെയും പറ്റിച്ചുകൊണ്ട് പോയിട്ട് എല്ലാവരും നടിമാരും എല്ലാവരും ആയിട്ട് അവിടെ കിടന്നുകൊണ്ട് അംഗവും ബഹളവും എല്ലാവരും ഉദ്ഘാടനത്തിനും അതൊക്കെ വരുമ്പോ ഞങ്ങളുടെ മനസ്സെന്തായിരിക്കും? എടാ എന്നെ മാത്രമല്ല പറ്റിച്ചത്, പെരുമ്പാവൂര് മൊത്തം പറ്റിച്ചാണ്. എന്നെ മാത്രം അവൻ എങ്ങനെയാ? പെരുമ്പാവൂര് മൊത്തം പറ്റിച്ചു പോയി. അവൻ ഇത്രയും പേരെ പറ്റിച്ച് ഞങ്ങളുടെ കുറെ പേരുടെ ജീവിതം കളഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ നിന്നോട് ചോദിക്കുമ്പോൾ നിനക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. ഗുണ്ടാപ്രവർത്തനം അറിയാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത്? അനസിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക്? വോയിസ് വേണോ? മനസ്സിലായോ? ഇല്ലാത്തത് കൊണ്ടല്ലേ ആ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. അല്ല ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഇതിൽ ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ ഉപദേശം തരാം. നമുക്കൊക്കെ വന്ന അനുഭവം നിനക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ. നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണ് വീട് കൊണ്ടുപോകണമെന്ന എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. മാഷാ അല്ലാ, നിനക്ക് ഇനി വരുക ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ കൊടുത്ത് ഇനി അതും ഇനി പുറത്തു വരൂട്ടാ ജിയാസേ. അല്ല ഇല്ലാന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വെറുതെ എന്താണ് വർക്ക്? അത് എത്ര വർഷം മുമ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ വർക്ക് എത്ര വർഷം മുമ്പാണ്?
3 വർഷമായില്ലേ? ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട, മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ കേൾപ്പിച്ചു തരാം. നീ സംസാരിക്കണതും മറ്റോ സംസാരിക്കണതും ഞാൻ ഇതുവരെ കൊടുത്തു. അത് നിന്നോട് സ്നേഹം കാരണമല്ലേ? ഞങ്ങൾക്ക് ആരും ചതിക്കും. ഞങ്ങൾ ഉണ്ടാകാനുള്ള പേരാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരും ചതിക്കണമെന്നും വഞ്ചിക്കണമെന്നും ഇല്ല ഷിയാസെ. ഉറപ്പ് ഇൻഷാല്ല. നമ്മള് നീ അനസിനെ വെള്ള പൂശാൻ വേണ്ടി നീ നടക്കണ്ട. ആ മാറി നിന്നു. ഒരിക്കലും എനിക്ക് ഇത് ഒഴിവാണ്. അത്രയുള്ളൂ. ഞാൻ അനസിനെ വെള്ളം ഒഴിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല.